ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി രവീന്ദ്രന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട്, അച്ഛാ, ഞാൻ സൈഡായിട്ട് മറ്റൊരു ബിസിനസ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനാണ് അച്ഛാ തീരുമാനം. ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ഒത്തിരിയധികം സന്തോഷമാവുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരോടെ. ചന്ദ്രമതി ചോദിക്കുന്നത്, എന്താടാ, നിനക്ക് ഒരു ബിസിനസ് ചെയ്താൽ പോരെ, ഒരു ജോലി നിനക്ക് ചെയ്താൽ പോരെ, നീ എന്തിനാ പണത്തിന്റെ ആക്രാന്തം കൊണ്ടാണ് വീണ്ടും ഓരോ ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നത്, ചന്ദ്രേ, നിന്നോട് ഇതിന്റെ കാര്യത്തിൽ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇല്ലല്ലോ. സച്ചി മിടുക്കനാണ്, അതുകൊണ്ട് തന്നെ ഒരു ജോലിയുടെ കൂടെ മറ്റൊരു ജോലിയൊക്കെ അവന് ചെയ്യാൻ സാധിക്കും. അതുവഴി നിനക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് സച്ചി, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറയട്ടെ രവീന്ദ്രൻ. സച്ചി പറഞ്ഞതിന്, ശരിയച്ച, വീടിന്റെ വാതിൽക്കൽ തന്നെ ഒരു ബോർഡ് വെക്കണമെന്ന് പറയുന്ന സമയത്തിന് നീ എത്ര ബോർഡ് വേണമെങ്കിലും വെച്ചോ എന്നാണ് രവീന്ദ്രൻ പറയുന്നത് സച്ചിയോട്. ഇതും കേട്ടുകൊണ്ടതിന് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ പ്ലേസ് ആവും. അതോടുകൂടി തന്നെ വീടിന് കറണ്ട് ബിൽ കൂടുതൽ വരും. അങ്ങനെ വന്ന ടാക്സും മറ്റ് ചെലവുകളും കൂടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ലെങ്കിലും ഇവൻ എന്താ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ എന്റെ വീട് തന്നെ കിട്ടിയുള്ളൂ, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഏതായാലും ബോർഡൊന്നും വെക്കണ്ട. ചന്ദ്രമതി ഏതായാലും ബോർഡ് വെക്കാൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരോട്ടോ. സച്ചി പറഞ്ഞിട്ട്, അച്ഛാ, ഞാൻ ബോർഡ് മാത്രമേ വെക്കുന്നുള്ളൂ, ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവരൊന്നും ഇങ്ങോട്ടേക്കല്ല വരുന്നത്. അപ്പോഴും ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതെന്റെ വീടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ബോർഡ് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയായിരിക്കും ചന്ദ്രൻ. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ, നീ എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? അങ്ങനെ കറണ്ട് ബിൽ കൂടുതൽ വന്നാൽ തന്നെ അതൊക്കെ അവന് കെട്ടിക്കോളും. നീ എന്തിനാ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? സച്ചി, നീ ഏതായാലും നിന്റെ പുതിയ ബിസിനസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. അതുവഴി നീ വലിയ കോടീശ്വരനായി മാറും. അതിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നൊക്കെ പറയട്ടെ രവീന്ദ്രൻ. ചന്ദ്രയെ, അവൻ അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നീ ഇനി ഏതായാലും അതിൽ കൂടുതൽ സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് രവീന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. സച്ചി പറഞ്ഞിട്ട്, ഡ്രൈവിംഗ് സ്കൂളിൽ രേവതി എന്റെ പാർട്ട്ണറാക്കാനാണ് എന്റെ തീരുമാനം. എന്താ രേവതി, നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കും. നമ്മൾ 3 പേരും ചേർന്നുകൊണ്ടാണ് ഇത് വിജയിപ്പിക്കാൻ പോകുന്നത്. നാളെ കാലത്ത് തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്തണം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടുമുറ്റത്ത് ബോർഡ് വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ? രേവതി, നീ കൂടെ വാ. അങ്ങനെ സച്ചി അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ രേവതിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് തന്നെ സച്ചി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോർഡ് കാണിച്ചു കൊടുക്കും. അച്ഛ, എങ്ങനെയുണ്ട് അച്ഛാ ബോർഡ് എന്നിങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്റെ പേരാണോ? സച്ചി, നീ നിന്റെ പേരിലല്ലേ ഇത് തുടങ്ങേണ്ടത്? അപ്പോ സച്ചി പറഞ്ഞിട്ട്, അച്ഛനില്ലാതെ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ലല്ലോ. അച്ഛന്റെ പേരിൽ തുടങ്ങിയാൽ മാത്രമേ ഇത് നന്നായിട്ട് വരുള്ളൂ എന്നിങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ഒത്തിരി സന്തോഷമാവുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് ഇത് കേൾക്കുന്ന സമയത്തിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ സുധി പറഞ്ഞിട്ട്, അമ്മേ, ഞങ്ങൾ അമ്മയുടെ പേരിലല്ലേ ഷോറൂം തുടങ്ങിയത്, അതുകൊണ്ട് അസൂയ മൂത്തുകൊണ്ടാണ് ഇവൻ അച്ഛന്റെ പേരിൽ മറ്റൊരു ബിസിനസ് തുടങ്ങിയത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും അല്ലടാ, ഇതൊന്നും ഇവന്റെ ബുദ്ധിയല്ല, ഇവൻ എത്രത്തോളം ബുദ്ധിയൊന്നുമില്ല. ഇതെല്ലാം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇവന്റെ ഭാര്യയാണ്, ഇതൊക്കെ ഇവന്റെ ഭാര്യയുടെ പണിയാണ് എന്നിങ്ങനെ ചന്ദ്രമതി സുധിയോട് പറഞ്ഞു കൊടുക്കും. സച്ചി പറഞ്ഞിട്ട്, അച്ഛന്റെ കൈ കൊണ്ട് വേണം പൂജ ചെയ്യാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി അത് കൊടുക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, ചന്ദ്രേ, നീയും കൂടെ വാ, നമുക്ക് ഒത്തൊരുമിച്ച് പൂജ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയും വിളിക്കാട്ടോ രവീന്ദ്രൻ. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ട്, അതെ, നിങ്ങളുടെ പേരിലല്ലേ ഇവൻ ഇത് തുടങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങ് പൂജ ചെയ്താൽ മതി, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അച്ഛൻ തന്നെ പൂജ ചെയ്യേ, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മ ഇതിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും മോനെ, അവളുടെ ആശീർവാദം കൂടി വേണമല്ലോ നിന്റെ ഈ ബിസിനസ് ഒന്ന് പച്ചപിടിക്കാൻ. ചന്ദ്രൻ, നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിന് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ചന്ദ്രമതി വന്നിട്ട് പൂജക്കൊക്കെ പങ്കെടുക്കും. എന്നാൽ രവീന്ദ്രനും ചന്ദ്രമതിയും ഒരുമിച്ച് നിന്ന് പൂജ ചെയ്യുന്നതെല്ലാം കാണുന്ന സമയത്തിന് സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നും. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രേവതിയുടെ പായസം കുടിച്ചതിന് ശേഷം ആ ഒരു പായസം വളരെ നന്നായിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരും അഭിപ്രായം പറയാനേ. എന്നാൽ പായസം കുടിച്ചതിന് ശേഷം ചന്ദ്രമതി മാത്രം മോശം അഭിപ്രായമായിരിക്കും പറയുന്നത്. ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഈ പായസം ഒട്ടും കൊള്ളില്ല, ഇത് കാടിവെള്ളം പോലെയുണ്ട്. എന്നാൽ രവീന്ദ്രന് ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്, മോനെ സച്ചി, നീ ഇപ്പൊ 2 കാറിന്റെ ഓണറായി, അതുകൂടാതെ നീ ഇപ്പൊ പുതുതായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയിരിക്കുന്നു. നിന്റെ ഈ ഒരു വിജയത്തിന് മുന്നിൽ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറയട്ടെ രവീന്ദ്രൻ. ഈ സമയത്തിന് രേവതി പറയുന്നത്, സച്ചിയേട്ട, ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എത്ര പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ, അവർക്കൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തോളാം രേവതി എന്നിങ്ങനെ പറയുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആർക്ക് വേണമെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തോ, പക്ഷേ ആദ്യത്തെ സ്റ്റുഡന്റ് ഞാനായിരിക്കും എന്ന് പറയട്ടെ രേവതി. അന്നേരം ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണോ? എന്തിനാണ് ഇനി ഡ്രൈവിംഗ് പഠിക്കുന്നത്, പൂക്കെട്ടിട്ട് കാറിൽ കൊണ്ടുപോയി വിൽക്കാനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കളിയാക്കി ചിരിക്കും.
അപ്പോൾ സച്ചി പറഞ്ഞിട്ട് അതെ, അതിനു വേണ്ടി തന്നെയാണ് രേവതി ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇനി മുതൽ സ്കൂട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ മതിയാക്കിയിട്ട് ഇനി മുതൽ അവൾ കാറിൽ കൊണ്ടുപോയിട്ട് പൂവിക്കാൻ തുടങ്ങും. അല്ല, അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കാട്ടോ സച്ചി. ഇതും കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറഞ്ഞിട്ട് രേവതി മോൾക്ക് അങ്ങനെ കാർ ഓടിക്കാൻ എങ്ങനെ തോന്നിയല്ലോ, അതൊക്കെ വലിയ കാര്യം. നിനക്കാണെങ്കിൽ ഇത്ര കാലമായിട്ട് ഒരു സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയോ? അതുകൊണ്ട് രേവതി മോള് കാർ ഓടിക്കാൻ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രമതിയെ കളിയാക്കി ചിരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ വർഷം ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രനോട് അങ്ങ് ദേഷ്യപ്പെട്ടാണ് സച്ചി പറഞ്ഞത്. രേവതി, കാർ ഓടിക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കാം, പക്ഷെ അതിന് നീ ആദ്യം ഫീസ് അടക്കണമെന്ന് പറയുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ, ഞാനൊരു ചെക്ക് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി അകത്ത് പോയിട്ട് ആ ഒരു ചെക്ക് എടുക്കാണ്. ആ സമയത്തിന് ശ്രുതി ചോദിക്കുന്നത് എന്താ ആൻറ്റി ഇത്, എന്ത് കാര്യത്തിനും അവൾ എന്തിനെങ്ങനെ ചെക്ക് കൊടുക്കുന്നത്? അപ്പോൾ ചന്ദ്രമതി പറയുന്നത് എന്ത് ചെയ്യാനാ മോളെ, ചില്ലർക്ക് പൂ കെട്ടി നടന്നവളാണ്, ഇപ്പതേ ചെക്ക് വരെ എത്തിയ കാര്യങ്ങളൊക്കെ. പൈസ കയ്യിൽ വന്നതിന് ശേഷം എന്തൊരു അഹങ്കാരാണ് ഇവൾക്ക് എന്നിങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു കൊടുക്കും. രേവതി ഏതായാലും സച്ചിയുടെ കയ്യിലേക്ക് ചെക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തിന് ശ്രീകാന്തും വർഷയും അവിടെ നിൽക്കുന്നുണ്ടാവും. ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് കൊണ്ടുവന്ന് കൊടുത്താലേ ആ ചെക്ക് അങ്ങ് തീർന്നു പോകുമെന്ന് പറയും. അപ്പോൾ വർഷ പറയുന്നത് അങ്ങനെ തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ ശ്രീകാന്തേ, അങ്ങനെയാണെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാലോ എന്നൊക്കെ പറയട്ടെ വർഷ. രേവതി ആ ഒരു ചെക്ക് കൊണ്ടുവന്നിട്ട് നേരെ രവിയേട്ടൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിട്ട് അച്ഛൻ തന്നെ ഈ ചെക്ക് സച്ചിയേട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറയും. അങ്ങനെ അച്ഛൻ ആ ചെക്ക് എടുത്ത് നേരെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അതെ, ഇതെന്റെ മരുമകളാണ് രേവതി, അവളെ നന്നായിട്ട് കാർ ഓടിപ്പിക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ആ ഒരു ചെക്ക് കൊടുക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞതിന് ശരി, ഞാൻ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചോളാമെന്ന് സമ്മതിക്കുകയാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് വർഷേ, നിനക്ക് കാർ ഓടിക്കാൻ അറിയാവോ, നിനക്ക് കാർ ഓടിക്കാൻ പഠിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്ക് കാർ ഓടിക്കാനൊന്നും അറിയില്ല, പക്ഷേ എനിക്കത് പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ ശ്രീകാന്തിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രൈവറെ വെച്ചിട്ട് കാർ ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ. ഇതും കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നത് എന്തിനാ മോളെ വർഷേ നീ മറ്റൊരു ഡ്രൈവറെ വിളിക്കുന്നത്, രേവതി കാർ ഓടിക്കാൻ പഠിക്കല്ലേ, അതുകൊണ്ട് നീ നിന്റെ ഡ്രൈവറായിട്ട് രേവതിയെ തന്നെ അങ്ങ് വെച്ച്, അവൾ തന്നെയായിരിക്കും നിനക്ക് ഡ്രൈവർ ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കളിയാക്കി ചിരിക്കാട്ടെ ചന്ദ്ര. അപ്പോഴേക്കും വർഷക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. വർഷ ചോദിക്കുന്നത് ആന്റി, ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവർക്ക് ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? അതൊന്നും അല്ലല്ലോ, രേവതിയേറ്റത്തി ഡ്രൈവിംഗ് പഠിച്ചാൽ അതിന് ഒരുപാടധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഒരുപാടധികം കുട്ടികൾ പഠിക്കാൻ വരും. രേവതിയേട്ടത്തി നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ രേവതിയേട്ടത്തിക്കും അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലോ. രേവതിയേട്ടത്തിയും ഇതിന്റെ ഒരു ഓണർ തന്നെയല്ലേ. ഇത് കേൾക്കുന്ന സമയത്തിന്റെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. സച്ചി പറഞ്ഞിട്ട് അതേ വർഷേ, ഞാൻ പറയേണ്ട മറുപടിയാണ് നീ അമ്മക്ക് പറഞ്ഞു കൊടുത്തത്, അതേതായാലും വളരെ നന്നായി. സ്റ്റുഡന്റ് രേവതി, നീ ഇപ്പൊ കാറ് പഠിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി കാറ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രേവതി അവിടെ നിന്നങ്ങ് കൂട്ടിക്കൊണ്ടു പോവാൻ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും സച്ചിയും രേവതിയും കൂടെ കൂടെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന സമയത്തിന് അത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ ശ്രുതിക്ക്. ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി, നീ അല്ലേ പറഞ്ഞത് ഒരുപാടധികം പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന്, ഇതേ കണ്ടില്ലേ, പഠിക്കാഞ്ഞിട്ട് പോലും അവരവരുടെ കഴിവും യുക്തിയും കൊണ്ട് ഓരോ അധികം ജോലികൾ ചെയ്യുന്നു, അതുവഴി കോടീശ്വരന്മാരായിട്ട് മാറുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ ആളുകളും കോടീശ്വരന്മാരായിട്ട് മാറുന്നത്. സച്ചി പഠിക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ചേർത്ത് കളിയാക്കിയല്ലോ. എന്നിട്ടിപ്പോ ദേ കണ്ടില്ലേ, അവനാണ് ഇനി കോടീശ്വരനാവാൻ പോകുന്നത്. ഇനിയെങ്കിലും ആ സച്ചിയെ കണ്ടിട്ട് നീ പഠിക്കണം ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ശ്രുതിയോട് ദേഷ്യപ്പെടും. ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി, നീ ഒരിക്കലും ഇവനെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. ആ തെമ്മാടി സച്ചിനെ പോലെയൊന്നുമല്ല ഞാൻ അവനേക്കാൾ ഒരുപാടധികം ഡിഗ്രി എടുത്തിട്ടുണ്ട്, അവനേക്കാൾ ഒരുപാടധികം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിലവാരമില്ലാത്തവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത് എന്നിങ്ങനെ ശ്രുതി പറയുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി, ഒരുപാടധികം പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പ് എങ്ങനെ വിനിയോഗിക്കുമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നീയും അവനെ പോലെ ആയിരുന്നെങ്കിൽ അവനെ പോലെ ഒരുപാടധികം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കോടീശ്വരനായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കാമായിരുന്നു. ഹോ, ഇതിപ്പോ എന്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാട്ടോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി ആകെ തല കുനിച്ച് നിന്നു പോവാണ്. ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ആകെ തല കുനിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ